താനും തന്റെ കുടുംബക്കാരും മഹാതറകളാണെന്ന് എനിക്കറിയാം. വയലോരം വീടിനെതിരെ ഒന്നിച്ചു നിൽക്കാമെന്ന ജലജിയുടെ പദ്ധതി പൊളിയുന്നു. കുട്ടിമണിയെ കണ്ടെത്താൻ മഹാദേവൻ തമ്പിയുടെ സഹായം തേടുന്നു മനസ്സിൽ. ശീലാവതിയെ കാണുന്ന തമ്പി കുട്ടിമണി മാണിക്യമംഗലത്തും മതികല വയലോരം വീട്ടിലും ഉണ്ടെന്നറിയുന്നു. വയലോരം വീടിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടും കുട്ടിമണിക്ക് ഒന്നും തിരിച്ചറിയാനാകുന്നില്ല. കുട്ടിമണിയെ ചികിത്സിക്കണമെന്ന് രാഹുൽ. കുട്ടിമണിയെ രക്ഷപ്പെടുത്താൻ എന്തു ചെയ്യണമെന്നറിയാതെ മനസ്സിൽ. തുടർന്ന് കാണുക. ന്യൂറോളജിയിൽ ഡോക്ടർ റഫീഖിനെ കഴിഞ്ഞ് കേരളത്തിൽ മറ്റൊരാളുള്ളൂ. വരൂ. ഈ മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഡോക്ടർ? ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. എൻഡോസൾഫൻ വരെയുള്ള മാരക വിഷങ്ങൾ തളിച്ച പച്ചക്കറികൾ വാങ്ങി കഴിക്കുന്നതിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളിൽ കലർന്നിട്ടുള്ള മായങ്ങൾ കാരണം കിഡ്നി അടിച്ചു പോയാലും പ്രശ്നമില്ല. മൂക്കുമുട്ട മദ്യപിച്ച് ലിവർ അരിപ്പ പോലെ ആയാലും നോ പ്രോബ്ലം. പക്ഷേ മോഡേൺ മെഡിസിനിലെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ച് എല്ലാ മലയാളികളും വളരെ ബോധവാന്മാരാണ്. സമ്പൂർണ്ണ സാക്ഷരതയുടെ നേട്ടം. സോറി ഡോക്ടർ. വേണ്ട വേണ്ട, സോറിയൊന്നും പറയണ്ട. ഞാൻ എഴുതി തന്നിരിക്കുന്ന മെഡിസിന് ഇത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ക്ഷീണവും മയക്കവും ഒക്കെ തോന്നും. പക്ഷേ അത് സഹിച്ചാലേ രോഗം ഭേദമാവൂ. ശരി ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. കാർത്തിക് ഇരിക്കൂ. ഞാൻ പറഞ്ഞ പേഷ്യന്റിന്റെ ഹസ്ബൻഡാണിത്, മനസ്സിജൻ. സ്ട്രേഞ്ച് നെയിം. പേഷ്യന്റ് പുറത്തുണ്ടോ? ഇല്ല ഡോക്ടർ, ഞങ്ങള് കുട്ടിമണിയുടെ റിസൾട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ച എല്ലാ ഡോക്യുമെന്റ്സും അതിലുണ്ട്. ഡോക്ടർ ശോഭയുടെ ഫൈൻഡിങ്സും സ്കാൻ റിപ്പോർട്ട്സും ഒക്കെ. ഓ, ഈ റിസൾട്ടുകളും ഫൈൻഡിങ്സും വെച്ച് തൽക്കാലം എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബ്രെയിൻ സെല്ലുകളെക്കുറിച്ചുള്ള മോഡേൺ സയൻസിന്റെ പഠനങ്ങൾ ഇപ്പോഴും പാതിവഴിയിലാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ആപ്തവാക്യം പോലെ ഞങ്ങളിൽപ്പെട്ട ചിലർ ദിശയറിയാതെ പല വഴിക്ക് സഞ്ചരിക്കുന്നുവെന്ന് മാത്രം. എന്റെ കുട്ടുവിന് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുമോ ഡോക്ടർ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യന്റെ തലച്ചോറിന് സെൽസ് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. പക്ഷെ ഡോക്ടർ, ലെസ്ലി സാഹിബിന്റെ ട്രീറ്റ്മെന്റ് പുതിയ ബ്രെയിൻ സെല്ലുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഡോക്ടർ ലെസ്ലിയുടെ ട്രീറ്റ്മെന്റിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. ചില മീറ്റിങ്ങുകളിലൊക്കെ ഞങ്ങൾ തമ്മിൽ ചൂടേറിയ വാക്തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആയുർവേദത്തിലെ അശ്വഗന്ധം, ബ്രഹ്മി മുതലായവ ഉപയോഗിച്ച് നടത്താൻ പറ്റുന്ന ഈ ബ്രെയിൻ റിപ്പയറിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കേസിൽ അതൊന്നും പ്രാക്ടിക്കലല്ല. പക്ഷേ സായിപ്പിന്റെ ചികിത്സയിൽ ഒരുപാട് പേര് സുഖപ്പെട്ടിട്ടില്ലേ? ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തുനിന്ന സായിപ്പിനെ തേടി രോഗികൾ എത്തുന്നത്? മെഡിക്കൽ സയൻസ് അതിനെയൊക്കെ ചില മിറാക്കിൾസ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കുന്നുള്ളൂ. 100-ൽ 1-2 പേർക്ക് മാത്രം ഫലം കിട്ടുന്നത് കൊട്ടിഘോഷിക്കപ്പെടുന്നേ ഉള്ളൂ. 98 പേർ സമയവും പണവും വെറുതെ കളഞ്ഞത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. പക്ഷേ മിറാക്കിൾസ് സംഭവിക്കാം അല്ലേ ഡോക്ടർ? ഓഫ് കോഴ്സ്. മറ്റൊരു ചികിത്സ ഇല്ലാതെ തന്നെ ബ്രെയിൻ സ്വയം ചികിത്സിച്ച് പഴയ ഓർമ്മകൾ തിരിച്ചെടുത്ത ഒരുപാട് സംഭവങ്ങൾ എനിക്കറിയാം. ഗുരുതരമായ മെമ്മറി ലോസ് ഉണ്ടായ എൻ്റെ ഒരു പേഷ്യന്റ് ഒരു സുപ്രഭാതത്തിൽ ഉണർന്നത്
ഏതാണ്ട് 3 വർഷത്തോളം ഓർമ്മകളില്ലാതിരുന്നൊരു ഭൂതകാലത്തേക്കാണ്. വർത്തമാനകാലം അയാൾ മറന്നുപോയി. ചികിത്സിച്ച എന്നെപ്പോലും അയാൾ തിരിച്ചറിഞ്ഞില്ല. വെറുമൊരു സ്വപ്നമായിരുന്നു അയാളെ തിരിച്ചു കൊണ്ടുവന്നത്. ഈ പേഷ്യന്റിന്റെ കാര്യത്തിലും അത് സംഭവിച്ചേക്കാം അല്ലേ സാർ? ഷുവർ, there is a chance, but it's rare one. എന്തായാലും പേഷ്യന്റിനെ നേരിട്ട് കാണാതെ കൂടുതലൊന്നും പറയാനാവില്ല. നിങ്ങൾ വൈഫിനെ കൂട്ടിക്കൊണ്ടുവരൂ. തൽക്കാലം അവളെ കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല സാർ. വൈ? അവളൊരു ട്രാപ്പിലാ സാറേ. ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ചിലർ ബന്ധുക്കൾ ചമഞ്ഞു വന്ന് അവളെ കൊണ്ടുപോയി. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ ഡേഞ്ചർ സിറ്റുവേഷൻ. നിങ്ങളുടെ വൈഫിനെ എത്രയും വേഗം വീണ്ടെടുക്കാനുള്ള വഴികൾ ആലോചിക്കൂ. പഴയതൊന്നും ഓർമ്മയില്ലാത്തൊരു വ്യക്തിയെ പുതിയ ഒരാളാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. അവളെ വേണമെങ്കിൽ ഒരാൾക്കിന്റെ ശത്രുവാക്കി മാറ്റാല്ലേ ഡോക്ടർ? യെസ്, അതാണ് സത്യം. നമുക്കിറങ്ങാം. ആ ശരി. ഏയ് വേണ്ട കുട്ടി, പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ മതി ഫീസ്. ശരി സാർ. 5 മിനിറ്റ് നേരം കൊണ്ട് 1000 രൂപ. ഡോക്ടർ ഭയങ്കര ബ്ലേഡാണല്ലോ കാർത്തികപ്പങ്ങളെ. അതിന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലല്ലോ, പിന്നെന്താ ചേട്ടന് ഇത്ര സങ്കടം? ലെസ്ലി സാഹിബിന്റെ ചികിത്സ പോരാന്ന് ഡോക്ടർ പറഞ്ഞത് ശരിയായില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല. അതാണ് ആയുർവേദത്തോട് ഇത്ര പുച്ഛം. പോട്ടെ ചേട്ടാ, മോഡേൺ സയൻസ് മിറാക്കിൾ എന്ന് വിളിക്കുന്ന സാധനമുണ്ടല്ലോ. ആ മിറാക്കിൾ സംഭവിക്കാനുള്ള റൂട്ടാണ് ആയുർവേദത്തിന്റെ. ഉള്ളത് പറയാലോ, പനിയും ചുമയും വന്നാൽ പോലും ഞാൻ ഇംഗ്ലീഷ് മരുന്ന് യൂസ് ചെയ്യാറില്ല. എനിക്ക് ആയുർവേദം തന്നെയാ ഇഷ്ടം. കഴിക്കാനും കുടിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. ആ, എങ്ങനെയെങ്കിലും കുട്ടിമണിയെ വീണ്ടെടുക്ക്, ഒക്കെ ശരിയാവും. ഈ ഡോക്ടർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും ലെസ്ലി സാഹിബിന്റെ ട്രീറ്റ്മെന്റിന്റെ ശക്തി. കുട്ടിക്ക് എല്ലാവരിലും പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ശരിക്കും കാർത്തിക തിരഞ്ഞെടുത്തിരിക്കുന്നത് ചേരുന്ന പ്രൊഫഷൻ തന്നെ. താങ്ക്സ്. എന്ത് സഹായത്തിനും ഞാനുണ്ട്. വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി, പോട്ടെ. ശരി. ബായി, കുട്ടിമണി പെങ്ങളെ നേരിട്ട് കാണണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? ഒരു വഴിയില്ല പിച്ചളെ. തമ്പി സാറിന് മാണിക്യമംഗലത്തേക്ക് കയറാൻ കോടതി വിലക്കുള്ള സ്ഥിതിക്ക് നമ്മളെ സഹായിക്കാൻ ആരുമില്ല. പിന്നെയുള്ളത് അവസാനത്തെ വഴിയാ, പോലീസിൽ പരാതി കൊടുക്കുക. പോലീസിനെ അറിയിക്കാൻ വരട്ടെ. സഹായിക്കാൻ അയ്യപ്പൻകുട്ടി സാറില്ലാത്തതിനെ കൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പായി. ആരെങ്കിലും ഒന്ന് വിളിച്ച് വിവരം പറയാൻ പോലും ആവതില്ല സാറിന്. അതുകൊണ്ട് പോലീസുകാരുടെ സഹായം പ്രതീക്ഷിക്കണ്ട. തമ്പി സാറ് പറഞ്ഞ പോലെ കുട്ടിമണി പെങ്ങളെ മഹിളാ മന്ദിരത്തിലോ മറ്റാക്കിയാൽ അതും കഷ്ടാവും. എന്റെ കഷ്ടകാലത്തിന്റെ മൂർധനത്തിലാ അയ്യപ്പൻകുട്ടി സാറിന് ഈ ചതി പറ്റിയത്. ഒരാളും സഹായിക്കാനില്ലാതെ ഞാൻ അലയണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാ പിച്ചളെ. മനസ്സ് ജമ്പായി വിഷമിക്കാതെ. തമ്പി സാറിന് വീട്ടിൽ കയറാൻ പറ്റില്ലായിരിക്കും. ശുപാർശയില്ലാതെ പോലീസും സഹായിക്കില്ലായിരിക്കും. ആരും വേണ്ട ബായി, കുട്ടിമണി പെങ്ങളെ ഞാൻ കൊണ്ടുവരും. എങ്ങനെ? അതൊക്കെ ഉണ്ട് ബായി. തമ്പി സാറിനും പോലീസിനും കയറാൻ പറ്റാത്തിടത്ത് ഒരു കള്ളന് കയറാൻ പറ്റും. ബായ് സമാധാനായിരിക്കും. ഞാൻ വിളിക്കാം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്.
ശീലാവതി എനിക്ക് വെള്ളം വേണം. വെള്ളം താ ശീലാവതി. ജഗ്ഗിലിരിപ്പുണ്ട്, എടുത്തു കുടിച്ചോ. മനുഷ്യൻ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഉറങ്ങും? എൻ്റെ അമ്മോ, ഓ എൻ്റെ ഒരു കഷ്ടകാലം കാണിച്ചു തരാൻ. കൊള്ളാലോ. അപ്പൊ അടി കിട്ടാത്തതിൻ്റെ കുഴപ്പല്ലേ? എന്താ കുട്ടിമണി, ഞാനൊന്ന് ഉറങ്ങട്ടെ. എന്നാ കുറ്റോ ഞാൻ ഒങ്ങറ്റ. അതിന്റെ വേറൊരു ശബ്ദം. ഇനി വല്ല ഏലിയൻ കൂക്കാൻ വിളിച്ചെന്ന് ആരിച്ചോ? കിടക്കാം. നമ്പർ ഏലി നിന്നെ എന്നെ ശരിയാക്കി തരാ. മനുഷ്യൻ ഓങ്ങാനെ സമ്മതിച്ചത്തില്ല. നിന്നെ ഞാൻ കുട്ടിമണി പെങ്ങളെ, ഞാനാ. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. ഞാനാ ഞാനാ എന്താ ഒരു ബഹളം? പ്രശ്നം ഒരു കള്ളം കയറി മാഡം, ഞങ്ങൾ ഓടിച്ചു വിട്ടു. അതെ, എന്തിനാ എന്നെ പിടിച്ചു വെച്ചേ? അവനെല്ലായിരുന്നു പിടിച്ചേണ്ടത്. നീ കാരണമാ രക്ഷപ്പെട്ടത്. ഞാനോ? കള്ളന്റെ മുഖം നിങ്ങൾ കണ്ടോ? ഇല്ല മാഡം, ഇല്ല. ഇല്ല, ഞാൻ കണ്ടു. അവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? വെളുത്ത് തടിച്ച് മീശയില്ല, കണ്ടാ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും മാഡം. ചുമ്മാ എനിക്ക് കഴുത്ത് മെല്ലാലായിരുന്നു, മീശ ഉണ്ട്. അല്ല കുട്ടിമണി, രാത്രി ആയതുകൊണ്ട് കറുത്തതാണെന്ന് തോന്നിയതാ. പകല് നല്ല വെളുപ്പാ. പകല് വെളുപ്പാണെന്ന് പറയാൻ ശീലാവതി അയാളെ പകല് കണ്ടിട്ടുണ്ടോ? ഇല്ല മാഡം, ഞാൻ ആദ്യമായിട്ട് കാണുവാ. മുഖം കണ്ടേ ഇല്ലെന്നല്ലേ നീ ആദ്യം പറഞ്ഞത്? അത് പിന്നെ ആദ്യം ചോദിച്ചപ്പോ വെപ്രാളത്തിനിടയിൽ അങ്ങ് മറന്നുപോയതാ. ഇപ്പൊ ഓർമ്മ വന്നു. മുഖം കണ്ടു. ഏതോ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാ എന്റെ സംശയം. ആ കള്ളനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. കണ്ടു കാണും. റോഡിൽ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണല്ലോ. അതൊന്നും അല്ല, ഈ ആളെ എന്നെ കാണാനേ ആശുപത്രി വന്നിരുന്നു. അത് പിന്നെ പരിശോധിക്കാൻ വന്നതാവും. ഇപ്പോ ഡോക്ടർ പണി വരെ ചെയ്യുന്നത് ബംഗാളികളാ, നഴ്സുമാർ ആസാമികളും. അല്ലല്ല, അതൊരു ഉണ്ടല്ലോ. മനസ്സുജനെന്നാണോ കള്ളന്റെ പേര്? മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആ കള്ളനാ. അതുമല്ല, എന്നെ കുട്ടിമണി പെങ്ങളെന്ന് വിളിച്ചു. ഓ, ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് ബോധ്യമായി. നീയാണോടി ഇവിടെ കേറാൻ ആ പിച്ചളയെ സഹായിച്ചത്? അയ്യോ അല്ല മാഡം, വന്നത് പിച്ചളയല്ല. പിച്ചളയെ കണ്ടതിന് എനിക്കറിയില്ലേ.
ഇത് ഷാരൂഖ് ഖാനെ പോലൊരു സുന്ദരനായിരുന്നു മാഡം. മതി നിന്റെ നാടകം. കേറിപ്പോവാത്ത വാതിൽ ലോക്ക് ചെയ്തിട്ട് രണ്ട് കിടക്കാൻ നോക്ക്. ആ രാഹുലിനുണ്ടായിരുന്നെങ്കിൽ ഇവാനെ ഇഴുത്ത് ചമ്മന്തിയാക്കിയല്ലേ. ശരി ശരി ചെല്ല. എന്റെ ദൈവമേ. നീ എന്തിനാ കുട്ടിമണി ഇവിടെ കിടന്ന് ബഹളം വെച്ചത്? ആ കള്ളൻ നമ്മുടെ ആളാ. ആണോ? അതേന്ന്. ആ രാക്ഷസിക്കിട്ട് പണി കൊടുക്കാനാ അവനും വന്നത്. കഷ്ടായി പോയി. ആ പാവത്തിന് ഞാൻ ഓടിച്ചു വിട്ടല്ലേ. ഓടിച്ചു വിട്ടു എന്ന് മാത്രമല്ല, ആൾ ആരാണെന്ന് കൃത്യമായി ആ രാക്ഷസിക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതൊന്നും സാരമില്ല, ഞാൻ ശരിയാക്കിക്കോളാം. അതെങ്ങനെ? നാളെ കാണിച്ചു തരാട്ടാ. ഇപ്പൊ കിടന്നുറങ്ങേ. ശരി ശരി. ഇവൾ ഇതുവരെ ഫോൺ ഓൺ ചെയ്തില്ലേ? ഒരു മെസ്സേജ് അയച്ചേക്കാം. രാക്ഷസി, രാഹുലിനെ വിളിച്ചോ? ഇല്ല, വിളിക്കാം. വേഗം വിളിച്ച. ഇന്നും ആ ഷാരൂഖ് ഖാൻ വന്നാലോ? ആര്? ഓ, ഇന്നലെ രാത്രി കയറിയ കള്ളനെ ഷാരൂഖ് ഖാൻ. വെളുത്ത് തച്ച് മീശ ഇല്ലാത്ത ഒരാള്. ഓ, ആ ആള്. അയാള് പിന്നെയും കേറിയ പ്രശ്നമാ. ഞാനേ രാഹുലിനെ വിളിക്കാം കേട്ടോ. വിളിച്ചാ മാത്രം പോരാ, കാശും കൊടുക്കണം. ആ, കൊടുക്കാം. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മരമില്ലേ, കാശിന്റെ മരം, അതൊന്നും പൂക്കട്ടെ. ഞാനേ പിടിച്ച് കുലുക്കിട്ട് പെറുക്കിയെടുക്കാം. എന്നിട്ട് രാഹുലിനെ വിളിച്ചു പറയാം. എടി മണ്ടി, മരത്തിലാണോടി കാശുണ്ടാവുന്നേ? കാശ് എത്തണമെങ്കിലേ ഒരു മെഷീൻ ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒരു കാർ അങ്ങോട്ട് ഇടണം. എന്നിട്ട് മെഷീൻ ഇട്ട് നമ്മൾ കൊറേ കുട്ടി വെച്ചു കൊടുക്കണം. അപ്പൊ ആ മെഷീൻ തരുവടി കാശ്. മനസ്സിലായ? ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു? രാഹുലൻ കാണിച്ചു തന്നടാ. എനിക്കും അറിയാൻ കാശ് എടുക്കാനൊക്കെ. നിന്നെ പുറത്തു കൊണ്ടുപോയി കളയുമ്പോ രക്ഷകനായി വന്നിട്ട് നിങ്ങൾ തമ്മിൽ കറക്കമാണ് പരിപാടിയല്ലേ? അതെ, നല്ല രക്ഷ ബൈക്കിൽ ഇരിക്കാൻ. മോളെ, ഞാൻ രാവിലെ മുതൽ നിന്നെ വിളിക്കായിരുന്നു. എനിക്കങ്ങനെ എപ്പോഴും ഫോൺ വിളിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മ. വിട്ടുപോയിരിക്കുമല്ലേ അമ്മ എന്തിനാ വിളിച്ചത്? ഇന്നലെ രാത്രിയിൽ ഇവിടെ ചില സംഭവങ്ങളുണ്ടായി. ഈ വീട്ടിൽ ഒരു കള്ളം കേറി. കള്ളനോ? അതെ, വേറെ ആരുമല്ല, മനസ്സിജന്റെ ചങ്ങാതി പിച്ചള. ഷാരൂഖ് ഖാനാണ് വന്നില്ലേ? ഓ, അപ്പോ കുട്ടിമണി മാണിക്യമംഗലത്തുണ്ടെന്ന് അയാൾ അറിഞ്ഞു അല്ലേ? ആ, അറിഞ്ഞു. നിന്റെ അച്ഛനെല്ലാം അറിഞ്ഞുന്ന് ശീലാവതി പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ മനസ്സിജനൊക്കെ കൊളുത്തി കൊടുത്തു കാണുമെന്ന്. അമ്മ, എങ്കിൽ സൂക്ഷിക്കണം. ഏത് വിധേനയും കുട്ടിമണിയെ രക്ഷിക്കാൻ അയാൾ ശ്രമിക്കും, അതുറപ്പാ. രാഹുലും തിരിച്ചു വന്നില്ലേ? അത് പിന്നെ വന്നു. പക്ഷേ രാഹുലിന് നാട്ടിലെന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. കുറച്ച് പണം കൊടുത്ത് അവനെ ഒപ്പം നിർത്താൻ ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്? അമ്മ എന്താ അനുസരിക്കാത്തത്? കാശ് കൊടുക്കുന്നത് വല്ലാത്ത ദണ്ണമുള്ള കാര്യമാ മോളെ. വേഗം അവനെ വിളിച്ച് വരാൻ പറയങ്ങോട്ട്. അവൻ അവിടെ ഉണ്ടെങ്കിലേ കുട്ടിമണി നമുക്കൊക്കെ നിൽക്കൂ. ശരി മോളെ. പിന്നെ നാളെ ആ വീരമണി വക്കീലിനോട് വയലോരം വീട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ പോകണം. എന്താ മോളെ കാര്യം? ഒരു നാടകം നടത്താനാ. എന്റെ നിരപരാധിത്വം ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താനും ഇവിടുത്തെ ചില അരമന രഹസ്യങ്ങൾ അറിയാനും. നീ കാര്യം എന്നോട് തെളിച്ചു പറ. മതി. പറയാം. അമ്മ ഈ പ്ലാൻ വക്കീലിനെ അറിയിക്കണം. വീരമണി നാളെ ഇവിടെ വരുമ്പോ ഒരു നല്ല നടൻ കൂടി ആയിരിക്കണം. നീ ആ പ്ലാൻ ഒന്ന് പറ, ഞാൻ ബാക്കി ഏറ്റു. ശരി അമ്മ, ശരി. രാഹുലൻ കീഹുലൻ, ഒന്ന് പോടി പൊട്ടി. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി ഈ ഇതുമേ.
മോനെ ബാല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് ഞാൻ പറയാറില്ലേ? ഇപ്പൊ ബാല, നീ നിന്റെ മകളെ സ്നേഹിക്കേണ്ട സമയമാണ്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല അപ്പച്ചിയപ്പ, ഞാൻ അവളുടെ അമ്മാവനാ, അച്ഛനല്ല. എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് പോലും അറിയാതെ നെഞ്ചു പൊടിയുമ്പോ എങ്ങനെയാ മകളായിട്ട് വേറൊരു കുഞ്ഞിനെ കാണാൻ പറ്റുക? കണ്ടേ പറ്റൂ മക്കളെ. സീത വിശ്വസിക്കുന്നത് പോലെ മതികല പറഞ്ഞ ഒരു കള്ളക്കഥയായി എല്ലാമെന്ന് കരുതണം. അതാ ഈ കുടുംബത്തിന് നല്ലത്. എനിക്ക് പറ്റില്ല അപ്പച്ചമ്മേ. മനസ്സ് അച്ഛനാകാൻ ശ്രമിക്കും തോറും ഹൃദയം പറയുക അതല്ലെന്ന്. മനസ്സും ഹൃദയവും ഒക്കെ ഒന്ന് തന്നെ. ഹൃദയത്തിന്റെ എക്സ്റേ എടുക്കാം, മനസ്സിന്റെ. എങ്കിൽ ഞാൻ തിരുത്തുന്നു. എന്റെ മനസ്സ് ഹൃദയം പറയുന്നു കുഞ്ഞുമണി എന്റെ മകളാണ്. പക്ഷേ തിരുത്തുന്നത് തലച്ചോറ, എന്റെ ബുദ്ധി. അവിടെയാടാ നമ്മൾ മനുഷ്യരുടെ കുഴപ്പം. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും. ബുദ്ധിയും തലച്ചോറിനെയും കൂടുതൽ ആശ്രയിച്ച പടുകുഴിയിലാവും വീഴുക. ഒരു കഥയുണ്ട്, വിധിഹിതം തിരുത്താൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ ശ്രമിച്ച കഥ. അതെന്താന്ന് വെച്ചാ, ഒരു ദിവസം വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി ദേവേന്ദ്രന്റെ രാജധാനിയിലെത്തി. ഇന്ദ്രനുമായി എന്തോ ചർച്ച നടത്താൻ വന്നതാണ്. ഗരുഡന്റെ പുറത്ത് നിന്ന് ഇറങ്ങിയ ഭഗവാൻ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു ഒരു കിളിക്കുഞ്ഞ്. കിളിക്കുഞ്ഞിനെ നോക്കി ഭഗവാൻ ഒരു ചോദ്യം, അല്ല നീ ഇതുവരെ പോയില്ലേ? ഇത് കേട്ട ഗരുഡന് മനസ്സിലായി കിളിക്കുഞ്ഞിന്റെ മരണമാ ഭഗവാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ പാവം കിളിയെ രക്ഷിച്ചേ പറ്റൂന്ന് ഗരുഡന് വാശിയായി. കിളിക്കുഞ്ഞിനെ സ്വന്തം ചുമലിലിരുത്തി ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെത്തി. ദണ്ഡകാരണ്യത്തിലെ ഒരരയാൽ കൊമ്പിൽ കിളിയെ ഇരുത്തി ഗരുഡൻ തിരിച്ചുപോയി. ചർച്ചയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വന്നപ്പോ ഗരുഡൻ ചോദിച്ചു, അല്ല ഭഗവാനെ, എന്തിനാ ആ കിളിക്കുഞ്ഞിനോട് പോയില്ലേ എന്ന് ചോദിച്ചത്? അപ്പോ ഭഗവാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇല്ല. ദണ്ഡകാരണ്യത്തിലെ ഒരു അരയാൽ കൊമ്പില് ആ കിളിക്കുഞ്ഞിനെ ഭക്ഷണമാക്കേണ്ട പെരുമ്പാമ്പ് കാത്തിരിപ്പുണ്ടായിരുന്നു. പാവം കിളിയെ ഗരുഡൻ തന്നെ പെരുമ്പാമ്പിന്റെ വായിൽ വെച്ചു കൊടുത്തു അല്ലേ? അതെ, നമ്മളും ഗരുഡനെ പോലെയാ സുഭദ്രേ, വിധിഹിതം തിരുത്താൻ നടക്കുന്ന വിഡ്ഢികൾ. ഈ വീട്ടിൽ സംഭവിക്കണമെന്ന് നേരത്തെ എഴുതി വെച്ച കാര്യങ്ങളായി ഇവിടെ നടക്കുന്നതൊക്കെ. ബാലൻ കുഞ്ഞിനെ കൊടുത്തു വിട്ടതും മനസ്സിജൻ തിരിച്ചേൽപ്പിച്ചതും ഒക്കെ അതിന്റെ ഭാഗ. കുഞ്ഞുമണി വയലോരം വീട്ടിൽ വളരും. സ്വന്തം മകളായി തന്നെ ഇവൻ അവളെ വളർത്തുകയും ചെയ്യും. ഗരുഡന്റെ ജോലിയാ നമ്മളെല്ലാരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ ബാല? ഞാൻ സീതയും കുഞ്ഞിനെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർത്തോളണം കേട്ടോ. അതെ കേട്ടോ ബാല? ഇരിക്കുന്നു. സൂക്ഷിച്ചു. ഞങ്ങൾ ആരും വേണ്ട ഇവിടെ, നിങ്ങൾ മാത്രം മതി. എന്തായാലും നിങ്ങളുടെ കഥ ശരിക്കേറ്റു. പിടിച്ച പിടി സീത കുഞ്ഞിനെ കൊണ്ടുവന്ന് ബാലന്റെ മടി കിടത്തിയ അവന്റെ എല്ലാ നീരസവും മാറും. അങ്ങനെ വിചാരിക്കാം. പിന്നെ നീ ചെന്ന് സീതയോടൊന്ന് സംസാരിക്കാം. മോളെ, നീ വേഗം കുഞ്ഞിനെ എടുത്തോണ്ട് ബാലന്റെ മുറിയിലേക്ക് ചെല്ല്. എന്തിന്? കുഞ്ഞിനെ ബാലേട്ടന് വേണ്ടല്ലോ. അയ്യോ, അതൊക്കെ പഴങ്കഥ. അപ്പച്ചിയപ്പൻ സൂത്രത്തിൽ സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നീ കുഞ്ഞിനെ കൊണ്ട് ചെന്ന് അവന്റെ എല്ലാ പിണക്കവും മാറും. അങ്ങനെ നിങ്ങളൊക്കെ സംസാരിച്ചിട്ട് മാറേണ്ടതാണോ ബാലേട്ടന്റെ മനസ്സ്? സ്വന്തം ചോരയാണെന്ന് സ്വയം തോന്നണം, അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല അപ്പച്ചിയമ്മേ. എന്റെ മോളെ ചെയ്തത് തെറ്റാണെന്ന് അവൻ ഇപ്പൊ തോന്നിയിട്ടുണ്ട്. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. കുഞ്ഞിനെ എടുത്തോണ്ട് അവന്റെ മുറിയിലോട്ട് ചെല്ല്. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആ ചെല്ലു മോളെ. ഈശ്വര, എല്ലാം ശരിയാക്കി തരണേ.
ബാലേട്ട, കുഞ്ഞിനോടിങ്ങനെ മുഖം തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബാലേട്ടന്റെ മടിയിൽ വെച്ചേരട്ടെ ഞാൻ അവളെ. വേണ്ട, എനിക്ക് പൊള്ളും. സ്വന്തം കുഞ്ഞിനെ തൊട്ട പൊള്ളുന്നോ? എന്നെ എനിക്കതൊന്ന് കാണണമല്ലോ. സീതേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഓരോ മനുഷ്യർക്കും വൈകാരികമായി ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അതറിഞ്ഞ് പെരുമാറുന്നവളാണ് നല്ല ഭാര്യ. വൈകാരികതയും സമ്മർദ്ദവും ഒക്കെ ആണുങ്ങൾക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾക്കും ബാധകമാണ് ബാലേട്ട. ബാലേട്ടൻ ആശുപത്രിയിൽ നിന്ന് വന്ന ദിവസം മുതൽ കുഞ്ഞിനോട് കാണിക്കുന്ന അകൽച്ച കണ്ട് എനിക്കും വിഷമമുണ്ട് കേട്ടോ. എല്ലാ വിഷമങ്ങളും മാറും നീ ഇവളുടെ അമ്മയാണെന്ന് കരുതിയാൽ. സത്യം തിരിച്ചറിഞ്ഞ് നീ പെരുമാറി തുടങ്ങിയാൽ ഈ അമ്മാവന് കുഞ്ഞുമണി എടുക്കാനും താലോലിക്കാനും ഒരു മനസ്സുകേടും ഉണ്ടാവില്ല. അമ്മാവനോ? ജന്മം നൽകിയാളെ കുഞ്ഞു വിളിക്കേണ്ടത് അച്ഛനെന്നല്ലേ? അതൊരു പഴങ്കഥയാണ്. ചതിയുടെ ചരിത്രം പുറത്തു വന്നോടെ ഞാൻ അമ്മാവനും നീ അമ്മായിയുമായി. ആ സത്യം ഉൾക്കൊള്ളാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. അതെ, കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും കഴിയുകയില്ല. എന്നിലെ അമ്മയ്ക്കറിയാം ഇവള് തന്നെയാണ് എന്റെ മോളെന്ന്. അന്ന് പറഞ്ഞതൊക്കെ കളവാണെന്ന് കല എന്നോട് പറഞ്ഞിട്ടുള്ളതാ. കല, ആ പേര് നീ ഇവിടെ പറയരുത്. അവൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി വിശ്വസിക്കില്ല. കുടിലതയുടെ ആൾ രൂപ അവള്. സമ്മതിച്ചു. എങ്കിൽ പിന്നെ അവള് പണ്ട് പറഞ്ഞ കഥയും ബാലേട്ടൻ എന്തിനാ വിശ്വസിക്കുന്നത്? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നമ്മുടെ കുഞ്ഞല്ല. നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല. എങ്കിലേ ഞാനിവിടെ ബാലേട്ടന്റെ അരികിൽ കിടത്താൻ പോവാ. സ്വന്തം കുഞ്ഞാണെന്ന് തോന്നുമ്പോ എടുത്താ മതി. നീ ഇവിടെ കിടന്ന് കരയണം മോളെ. അപ്പോഴേലും നിന്റെ അച്ഛന് മനസ്സലിവുണ്ടാവുമ്പോ നിന്നെ എടുത്തോളൂ. വേണ്ട, എനിക്ക് കേക്കണ്ട. എനിക്ക് കേക്കണ്ട കരച്ചിൽ. പോകാനാ പറഞ്ഞേ. കരഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിന്റെ അച്ഛൻ ചെവി പൊത്തി ആ മനസ്സിലേക്കുള്ള വാതിൽ കൊട്ടി അടച്ചിരിക്കുക. പോവാ, ഞങ്ങള് പോവാ. നമുക്ക് പോവാം മോളെ. നിങ്ങൾ ചുമ്മാ പറയണ്ട. ഇല്ല ബാലേട്ട, അവള് കരയുന്നില്ല. അല്ല, അവളല്ല, എന്റെ കുഞ്ഞ കരയില്ല. എന്റെ കുഞ്ഞ, എന്റെ കുഞ്ഞ കരയില്ല. ബാലേട്ട അവിടെ വന്നേ. എന്റെ കുഞ്ഞ കരയില്ല. എന്താ ബാലേട്ട ഇത്? പിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കാനാണ് ഉദ്ദേശം? എന്റെ കുഞ്ഞ കരയില്ല. ഇവിടെ ആരും കരയുന്നില്ല. ബാലേട്ടൻ ഒന്ന് സമാധാനായിട്ടിരിക്കെ. ബാലേട്ടനെ വിഷമിപ്പിക്കുന്ന ഒരു പരീക്ഷണം ഇവിടെ നടത്തത്തില്ല. സീതടുത്തോട് ഞാൻ പറഞ്ഞേക്കാം ബാലേട്ട. എനിക്ക് സിജിനെ കാണണം. അയ്യോ, കുട്ടിമണിയെ കാണണം. അവരെവിടെ? അവര് ഹോസ്പിറ്റലില്ല ബാലേട്ട. ഞാൻ വിളിച്ച് സിജിനോട് വരാൻ പറയാം. വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, അവിടെ ഇരിക്കുക ബാലേട്ട, നമുക്ക് പോകാം. ഇത്തിരി നേരം ബാലേട്ടനൊന്ന് ഇരിക്കുക. എന്റെ ബാലേട്ടന്റെ മനസ്സൊന്ന് സ്വസ്ഥാവട്ടെ. നല്ലത് വരണോന്ന് കരുതി സീത ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനാ. സുഭദ്രയെ ദൈവം നമ്മളെ കൈവിടില്ല. അയ്യോ, രവി, എനിക്കൊന്ന് കിടക്കണം. വാ കിടക്കാം. എനിക്കൊന്ന് കിടക്കണം രവി. വാ ബാലേട്ടൻ, എനിക്ക് കിടക്കണം. ബാലേട്ടൻ കിടന്നോ? നിങ്ങൾ ഈ തണുപ്പത്ത് നിൽക്കാതെ വന്ന് കിടക്കാൻ നോക്കും മനുഷ്യ. ഇങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. നിങ്ങളുടെ പെങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട.
നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി സീതമോളെ കണ്ടിട്ട് വരാം. 2 ദിവസം ഞാൻ അവിടെ നിന്നേ ആ മതികളെ കെട്ടുകെട്ടിക്കാം. എടി ശകുന്തളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല. ബാലന്റെ കട കയ്യേറി മുഴുവനും വിറ്റ് തുലച്ചവനാ ഞാൻ. എന്നെ കണ്ട അവര് പിച്ചാത്തി എടുക്കും. നിങ്ങൾ മോനെ ബാല, അമ്മാവനൊരു തെറ്റുപറ്റിപ്പോടാന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച ബാലന്റെ സകല പിണക്കവും മാറും. അവന്റെ കാല് പിടിക്കാൻ എന്റെ പട്ടി പോവും. ഓ, ഇങ്ങനെ വാശി പിടിച്ചാലേ ആ സ്വത്തൊക്കെ പട്ടികൾ തന്നെ കൊണ്ടുപോകും. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം, അല്ലാതെ വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ദേ കേട്ടോ, സത്യം. നകുലനാ, ആ, എടുത്തിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറ. നീ തന്നെ പറ ശകുന്തളെ. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ വലിയ ഗുണ്ടയും ധൈര്യക്കാരനൊക്കെ അല്ലേ, നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാ മതി. മോനെ നകുല, നീ ഇപ്പൊ എവിടെയാ? ഞാൻ കുറെ ദൂരെ, വരാൻ വൈകും. ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും തമിഴിലും തെലുങ്കിലും ഓരോന്ന് പറയുന്നതാ കേട്ടത്. ഇടയ്ക്കൊരു ദിവസം ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു വലിയ അന്വേഷണത്തില, പലയിടത്തും പോകേണ്ടി വന്നു. എന്തന്വേഷണോ മോനെ? ഇത് നല്ല ചോദ്യം. ഞാൻ നടത്തുന്ന അന്വേഷണം എന്താന്ന് നിങ്ങൾക്കറിയാലോ. സീതയുടെ കുഞ്ഞിനെ തന്നെ. നീ അതൊക്കെ നിർത്തിയിട്ടിങ്ങ് തിരിച്ചു വാ. തിരിച്ചു വരാനോ? അതെ, കുഞ്ഞുമണി തന്നെ ആ സീതയുടെ മോള്. അത് ഞങ്ങൾക്ക് ഉറപ്പായി. അല്ല, കുഞ്ഞുമണി സീതയുടെ ആരുമല്ല. സീത പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെ. ആൺകുഞ്ഞിന്? അതെ. ആ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. അധികം വൈകാതെ കുട്ടിയും എന്റെ കയ്യിലെത്തും. ഉള്ളതാണോ നീ പറയുന്നത്? ഇക്കാര്യത്തിൽ ഞാൻ എന്തിനു നുണ പറയണം? കുഞ്ഞിനെ വിറ്റ ഗീവർഗീസ് എന്റെ ഒപ്പം ഉണ്ട്. ഞങ്ങള് സീതയുടെ മോന്റെ തൊട്ടടുത്ത് വരെ എത്തിക്കഴിഞ്ഞു. ഒരു കൈ നീട്ടിയാൽ തൊടാവുന്ന അകലത്തിൽ തന്നെ ഉണ്ടവൻ. അല്ല മോനെ, എന്ന് പറയുമ്പോ ഞാൻ വെക്കുക, പിന്നെ വിളിക്കാം. എന്താ അവൻ പറഞ്ഞത്? സീതയുടെ കുഞ്ഞ് ഇതല്ലാന്ന് തന്നെ അവൻ പറയുന്നത്. അതൊരു ആൺകുഞ്ഞാണത്രേ. ഇതിലേതാ സത്യം? ആകെ പൊടിവാലായല്ലോ. കൊച്ചു ഇത് തന്നെയാണെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് തീർത്ത് പറയാൻ മേലായിരുന്നു. എടി, സീതയുടെ കൊച്ചിനെ കുറിച്ചുള്ള രേഖകളും അവന്റെ കയ്യിലുണ്ടെന്ന്. എന്റെ കയ്യിൽ എന്നാ വാഴക്കെ ഇരുന്നിട്ടാ ഞാൻ തീർത്തും പറയുന്നത് ഇതാ കൊച്ചെന്ന്. അവന്റെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ നമ്മുടെ സീതയുടെ കുഞ്ഞിന്റെ പേര് പ്രമാണമുണ്ട്. രേഖയാണോ പ്രമാണമാണോ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തായാലും നാളെ വനജ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. ഈ സമയത്ത് നാത്തൂന്റെ കൂടെ നിന്നില്ലെങ്കിലേ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ഓ, കൂടെ നിൽക്കുന്നു. കാശ് ചാണകത്തിൽ കിടന്നാലും നക്കിയെടുക്കുന്ന വാർക്ക്. നാത്തൂൻ എങ്ങോട്ടാ ഈ നേരത്ത്? ബ്രഹ്മസം മഠത്തിൽ സപ്താഹം നടക്കുന്നെന്ന് കേട്ടു. അവിടെ പോയിരുന്ന കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ. ഇനിയിപ്പോ പോകുന്നില്ല, നിങ്ങൾ വന്ന സ്ഥിതിക്ക്. വാ, അകത്തേക്ക് വാ. മനസമാധാനം കിട്ടാൻ വേണ്ടി അമ്പലത്തിൽ പോയി സപ്താഹം തൊഴുതിട്ടൊന്നും ഒരു കാര്യമില്ല നാത്തൂനെ. നമുക്ക് സമാധാനം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലോകത്ത് ഒരു കാര്യവും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കില്ല. അത് നമ്മൾ ആവശ്യമില്ലാത്തത് വിചാരിക്കുന്നത് കൊണ്ടാ. ഇപ്പൊ തന്നെ നകുലന്റെ കാര്യം എടുക്ക്. വയലോരം വീട്ടിലുള്ളതല്ല സീതയുടെ കൊച്ചെന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കുകയല്ലേ അവൻ. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവൻ ഇപ്പൊ പറയുന്നതേ സീത പറ്റത് ആൺകുഞ്ഞിനെയാണെന്ന്. ആ, ഇനി അഥവാ അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ അതിനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? തമ്പിസാറിന്റെ സ്വത്ത് മുഴുവൻ ആ കുഞ്ഞുമണിമോളുടെ പേരിലല്ലേ? അപ്പോ നമ്മുടെ കുഞ്ഞ് അത് തന്നെ. എല്ലാവർക്കും സ്വത്തിനേക്കാൾ ഒരുപാട് വലുതാ രക്തബന്ധം. ദൈവം നമുക്ക് തന്നത് ആൺകുഞ്ഞിനെയാണെങ്കിൽ സീത വളർത്തേണ്ടത് അതിനെ തന്നെയാ. എന്റെ നാത്തൂനെ, ഇതൊക്കെ ആ നകുലന്റെ സംശയം മാത്രമല്ലേ? പണ്ടേ അവൻ ഇങ്ങനെ എന്തിനും ദോഷം മാത്രമേ കാണുള്ളൂ. പിന്നെ അവനെ ന്യായം ജയിക്കാൻ വേണ്ടി അവൻ എന്ത് വിലത്തരവും കാണിക്കും. അങ്ങനെ വന്ന കൊനഷ്ടായി ഈ ആൺകുഞ്ഞ്. നീ ഇല്ലാത്തത് പറയണ്ട ശകുന്തളെ.
എന്റെ മോനാണെങ്കിലും അവൻ നേരും തെറിയുള്ളവനാ. ഇത്തിരി കാശ് കണ്ടാൽ നിന്നെപ്പോലെ അതിനുവേണ്ടി ചാവാൻ നടക്കുന്നവനല്ല അവൻ. സീത പെറ്റത് ആൺകുഞ്ഞിനെയാണെന്ന് അവൻ പറഞ്ഞത് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ട് തന്നെയാവും. നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്ന് അവനോട് പറയണം, നമുക്ക് ആൺകുഞ്ഞിനെ വേണ്ട, പെൺകുഞ്ഞിനെ മതിയെന്ന്. പെണ്ണെന്ന് പറഞ്ഞാലേ പൊന്നാ, അത് മറക്കണ്ട. എല്ലാവരുടെയും ലക്ഷ്യം എന്റെ സീത വളർത്തുന്ന കാശുകാരി കൊച്ച. നാത്തൂന് മാത്രമല്ല, മതികലയ്ക്കും അവളുടെ അമ്മയ്ക്കുമൊക്കെ. വയലോരം വീട്ടിലുള്ളവരുടെ ചിന്തയും മറിച്ചാവില്ല. ഇതിനിടയിൽ നകുലം പറയുന്നതാണ് സത്യമെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ വളർത്തും. സ്വത്തല്ല, ദൈവം തന്ന കുഞ്ഞാ എനിക്ക് വലുത്. നിങ്ങൾ നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. വേണ്ട, എനിക്ക് നന്നാവണ്ട. നകുലിനെ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചു കുഞ്ഞിനെ കണ്ടുപിടിക്കട്ടെ. വല്യണ്ണ, ഇത്രയും കാലം നകുലം വരുന്നെന്ന് കേൾക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു. ഇനി എനിക്ക് ആ പേടിയില്ല. നകുലം വരാൻ കാത്തിരിക്കുവാ ഞാനും. ഞാനും അങ്ങനെ തന്നെയാ വനജെ. സ്വത്തിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും സത്യം എന്താണെന്ന് അറിയണം. സീതയുടെ അമ്മ എന്ന നിലയിൽ നിന്റെയും അമ്മാവൻ എന്ന നിലയിൽ എന്റെയും അവകാശമാണത്. 2 അവകാശികള് എനിക്ക് കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിന്റെ ചൊറിച്ചിൽ മറന്നെങ്കിലേ നകുലം വരണം ശകുന്തളെ. തമ്പിയുടെ സ്വത്തിന്റെ ന്യായവും പറഞ്ഞ് നീ അങ്ങ് ചെന്നാ മതി. സകല ചൊറിച്ചിലും നിന്റെ മോൻ മാറ്റിത്തരും. അവൻ വരുന്നതിന് മുമ്പേ എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാനൊന്ന് നോക്കാം. ഓ മാറ. അവളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇതുവഴി വന്നുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക. നീ നിന്റെ സപ്താഹം മുടക്കണ്ട. അല്ല നകുല, നമ്മൾ ഇത്തിരി അടുപ്പമായ സ്ഥിതിക്ക് ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വന്നാലോ? അല്ല, നകുലിന്റെ ബന്ധുക്കൾക്കും സുഖമാണെന്ന് അന്വേഷിച്ചിട്ട് വരാം. കുഞ്ഞിനെ എന്റെ കൈ കിട്ടാതെ താൻ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അത് പരലോകത്തേക്കായിരിക്കും. യോ, അതേതായാലും വേണ്ട. നമ്മുടെ നാട്ടിലെ സുഖമൊന്നും പരലോകത്ത് കിട്ടത്തില്ല. അല്ല, ഹൈ റേഞ്ചിന് എന്താ കുഴപ്പം? നല്ല ക്ലൈമറ്റ് അല്ലേ? ആ, 2 ദിവസവും കൂടി ഈ തണുത്ത ക്ലൈമറ്റ് നിൽക്കും. എന്നിട്ടും കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ അടുപ്പ് കൂട്ടിയിട്ട് പോരിക്കും തന്നെ ഞാൻ. അച്ഛനാണല്ലോ. ഹലോ, പറയച്ചോ. ആ കുഞ്ഞെ നകുല, നീ ഉടനെ ഇവിടെ വരെ ഒന്ന് വരണം. എന്താച്ചോ, കുഞ്ഞിനെ കിട്ടിയോ? കിട്ടിയെന്ന് പറയുന്നതിലും നല്ലത് കിട്ടാനൊരു സാധ്യതയുണ്ടെന്ന് പറയുന്നതാ. അതെന്താച്ചോ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഒക്കെ പറയാം. പിന്നെ നിന്റെ കൂടെ ആ സാത്താൻ ഗീവർഗീസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഈ ജോലി തീരുന്നത് വരെ അയാൾ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവുവച്ചോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഞാൻ പറഞ്ഞത് പറ അച്ഛനോട്. സ്തുതി അവന്റെ കീശയെ തന്നെ വെച്ചേക്കാൻ പറ. എന്നിട്ട് നിങ്ങളിങ്ങി വാ. ശരി അച്ചോ, ഞങ്ങളിത്തിരി ദൂരെ. എന്തായാലും ഇവിടുന്ന് അതുവരെ എത്താൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. ആ ശരി ശരി. ചെന്ന് വണ്ടി കയറണം. ആഹാ, 2-3 ദിവസം കലമോള് കുഴമ്പിട്ട് തിരുമ്മിയതോടെ എന്റെ കാലിന്റെ വേദന പമ്പ കിടന്നു. അയ്യടാ, ഒരു കലമോള്. അവള് തിരുമിയതുകൊണ്ടൊന്നുമല്ല, കുഴമ്പിന്റെ മെച്ചോ എന്റെ നടുവേദനയും പോയി. ആ, അതാണ് അവളുടെ കൈപുണ്യം. നിങ്ങൾക്ക് ഇതെന്തിന്റെ കേടാ? കൊലയാളിയുടെ കൈക്കാണോ പുണ്യം? ദേ, ഇങ്ങനെ പറഞ്ഞാലേ നാട് തെണ്ടി നടന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പുണ്യം കൂടി ഇല്ലാതാവും, പറഞ്ഞേക്കാം. ആരോ വന്നല്ലോ. ഇതാരപ്പാ ഒരു പുതിയ അവതാരം? അയ്യോ, വക്കീൽ എന്തിനാണോ എന്തോ ഇങ്ങോട്ട് വന്നത്? അല്ല, സാറെന്താ ഇവിടെ? അതെ, കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിക്കും, എന്നാലേ നമ്മൾ സംസാരിക്കുന്ന അവർ കേൾക്കും. കുട്ടി പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ കുട്ടി നിരപരാധിയാണെന്ന് കോടതി കൂടി തോന്നണ്ടേ? സാർ എന്നെ സഹായിക്കണം.
ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആ ശിവയില്ലേ, അവൻ എന്നെ മനഃപൂർവ്വം കേസിൽ പെടുത്തിയത്. പക്ഷെ നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് അയാൾ പോലീസിന് മൊഴി കൊടുത്തില്ലേ? അതാണല്ലോ നിങ്ങളും കൂട്ടുപ്രതിയായത്. ഇതൊന്നും എനിക്കറിയില്ല സർ. ശിവയെ എനിക്ക് പരിചയമുണ്ടായിരുന്നു, അത് നേരെ തന്നെയാ. പക്ഷെ ഒരു പരിചയത്തിന്റെ പേരിൽ എങ്ങനെയാ സർ കേസിൽ പ്രതിയാവുക? അങ്ങനെയാണെങ്കിൽ എന്റെ മാത്രമല്ലല്ലോ, മനസ്സജന്റെയും പരിചയക്കാരനായിരുന്നില്ലേ ശിവ? എന്നുവെച്ച് ആരെങ്കിലും മനസ്സജനാ ഇവിടുത്തെ അമ്മയെ കൊന്നതെന്ന് പറയുന്നുണ്ടോ? പക്ഷെ കൊന്നത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടില്ലേ? അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ അന്നത്തെ ചോരത്തിളപ്പിന്റെ കുഴപ്പമോ സാറേ? എല്ലാവരെയും വെല്ലുവിളിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയത്. കഷ്ടകാലത്തിന് സ്വന്തം നാവ് പോലും പാമ്പായിട്ട് തിരിഞ്ഞു കുത്തും. അത് മനസ്സിലാക്കിയപ്പോഴേക്കും പെട്ടുപോയി സർ. എന്താ ഇവിടെ നടക്കുന്നത്? ടിക്കറ്റില്ലാത്ത നാടകം. കുറെ നാളായി മതികലയാടുന്ന ബാലെ. ഹോ, എന്നാണാവോ ഇതിന്റെ അവസാന ബെല്ല് മുഴങ്ങുന്നത്? സാർ എന്നെ വിശ്വസിക്കണം. കോടതിയിൽ എനിക്ക് വേണ്ടി വാദിക്കണം. വേറെ ആരും ആശ്രയം ഇല്ല എനിക്ക്. ഒക്കെ ശരി തന്നെ, പക്ഷേ സ്വത്തിന്റെ പേരിൽ ഒരു ഡിസ്പ്യൂട്ട് ഈ വീട്ടിലുണ്ടായിട്ടില്ലേ? ഉണ്ട് സർ. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ എന്റെ എടുത്തുചാട്ടത്തിന്റെ ഫലമാ. ശിവയില്ലേ ശിവ, അവനത് മുതലെടുത്തു, എന്നെ പരമാവധി ദ്രോഹിച്ചു. സാറിനറിയോ, അവന്റെ ആളുകള് ഇപ്പോഴും എന്നെ കൊല്ലാനായിട്ട് നടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സാറിന്റെ അടുത്ത് വരുമ്പോ പോലും അവരെന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്തായാലും സ്വത്തിന്റെ ഡിസ്പ്യൂട്ട് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം. എങ്കിലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ശരി സർ, അങ്ങനെ ആയിക്കോട്ടെ. സാറെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് ഇരിക്കും സർ. വേണ്ട രവിയേട്ടാ, എന്റെ പാപത്തിന്റെ ശമ്പളം ഇത്. ഇക്കാര്യം സംസാരിച്ച് വയലൂരം വീടിന്റെ പവിത്രത ഞാൻ നശിപ്പിക്കുന്നില്ല. അതെ, നീ പറഞ്ഞിട്ടല്ല ശിവ എന്റെ അമ്മയെ കൊന്നതെന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അത് സത്യമാണെങ്കിൽ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചൊന്നല്ലേ അതിനർത്ഥം. സർ, അകത്തേക്ക് ഇരിക്കെ. എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം. ഓക്കെ, എല്ലാം ഞാൻ പറയാം. സർ വരൂ സർ, വരൂ. അതായത് ഈ കേസിൽ ശിവപാണ്ഡ്യ പെരുമാളെന്ന ഒന്നാം പ്രതിയുടെ മൊഴിയിൽ മിസ്സിസ് രവിയുടെ പേര് വന്നു. മിസ്സിസ് രവി വേണ്ട, മതികല എന്ന് മാത്രം പറഞ്ഞാൽ മതി. യെസ്, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. രണ്ടും ഒന്നല്ല സർ, രണ്ടും രണ്ട് തന്നെയാ. അതുപോട്ടെ, സാർ കാര്യം പറ. ശിവപാണ്ഡ്യ പെരുമാളിന്റെ മൊഴിയാണ് പ്രശ്നം. സുവിസ്താരം നടത്തിയാൽ സംഗതി നമുക്ക് പൊളിക്കാം. പക്ഷേ ആള് ജയിലിൽ അടിയില്ലേ, പിന്നെ എങ്ങനെ കിട്ടും? ഓ, മനസ്സിലായി. അവനെ കിട്ടിയാൽ എന്റെ ഈ ഭാര്യ രക്ഷപ്പെടുത്താവുന്ന അല്ലേ? അല്ലെങ്കിലും രക്ഷപ്പെടുത്താം. പക്ഷേ സ്വത്തിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയോ ഡിസ്പ്യൂട്ട് നടന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് കിട്ടണം. സ്വത്തിന്റെ പേരിൽ ഈ വയലൂരും വീട്ടിൽ ഇതുവരെ ഒരു ഡിസ്പ്യൂട്ട് നടന്നിട്ടില്ല. ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ അനിയത്തിയും വളരെ സമാധാനത്തോടെ ഈ വീട്ടിൽ ജീവിച്ചിരുന്നു. പണം കൂടുന്നതും കുറയുന്നതും ഇവിടെ ഒരു വിഷയമേ അല്ലായിരുന്നു സർ. പക്ഷേ സ്നേഹം, അതൊരാൾ മറ്റൊരാളോട് ഇത്തിരി കുറച്ചാൽ അത് ഞങ്ങൾ സഹിക്കത്തില്ല. അത് പണ്ടും അതെ, ഇപ്പോഴും അതെ. കറക്റ്റാ നിങ്ങൾ പറഞ്ഞത്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ നല്ല കവി പാടിയിരിക്കുന്നത്. സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത് പരസ്പര സ്നേഹം കൊണ്ട് തന്നെയാ. പക്ഷെ കാശിന്റെ കാര്യം വരുമ്പോ ഈ സ്നേഹമൊക്കെ കണക്കാ. ഈ വീട്ടിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. 125 കോടിയോളം ജനങ്ങളും 33 കോടി ദൈവങ്ങളുമുള്ള ഈ മഹാരാജ്യത്തിൽ സർവശക്തനായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് പണം തന്നെയാണ്. ഇവനും നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോകും. ആരാപ്പച്ചീമ വന്നിരിക്കുന്നത്? ഞാൻ പറയാം മക്കളെ. ശരി, പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. ധനം തന്നെയാണ് എല്ലാത്തിലും വലുതായിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതിന്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് മിസ്റ്റർ മഹാദേവൻ തമ്പിയുടെ സ്വത്തിന്റെ പേരിലുള്ള ഡിസ്പ്യൂട്ടാണ്. ഓ, അത് സിമ്പിൾ അല്ലേ? അച്ഛന്റെ സ്വത്തുക്കൾ ഇവിടുത്തെ ഒരു കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ചു. കൈവശാവകാശം എനിക്കും തന്നു.
അതിന്റെ പേരിൽ ഇതുവരെ ഒരു ഡിസ്പ്യൂട്ട് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് തീർക്കേണ്ടത് ഈ വയലോരം വീട്ടിൽ വെച്ചൊന്നുമല്ല, അതങ്ങ് മാണിക്യമംഗലത്താണ്. ഇറ്റ്സ് ഓക്കെ. എന്നാലും ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ഡോക്യുമെന്റ്സ് ഒന്ന് കാണണം. സോറി, അത് ഞാൻ ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുക. അല്ല, ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെങ്കിലും ഇവിടെ കാണില്ലേ? അതൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആവണം, എങ്കിലേ ഞാനത് കാണിക്കും. കുറെ നേരമായി നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നു. ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യ, അവരെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ അന്നേരം ഞഞ്ഞാ പറഞ്ഞ എങ്ങനെയാ? അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്രത്തിന്റെ കോപ്പി കണ്ടിട്ട് നിങ്ങൾ എന്റെ ഭാര്യ രക്ഷിക്കും വേണ്ട, ഒന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കൊലക്കേസും സ്വത്ത് കേസും ഒന്നിച്ചാ ഞാൻ ഏറ്റിരിക്കുന്നത്. സ്വത്ത് കേസൊന്നും ഇല്ലെന്ന് രവിയേട്ട പറഞ്ഞില്ലേ വക്കീലെ? കൊലക്കേസിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തന്നാ മതി. ആഹാ, ഇപ്പൊ അങ്ങനായോ? രണ്ടും കൂടെ ചേർത്ത് ഒരു പാക്കേജ് ആയാ ഞാൻ എടുത്തിരിക്കുന്നത്. കൊലക്കേസ് ഫ്രീ ആയി വാദിച്ചു തന്നാൽ സ്വത്ത് കേസിൽ കിട്ടുന്നതിന്റെ 10%. അതല്ലേ നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ്? ഓ, അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടാണ് എന്റെ ഭാര്യ വീണ്ടും വയലോരം വീടിന്റെ പടി തിരിച്ചു കയറിയത് അല്ലേ? ഗ്രേറ്റ്, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അയ്യോ രവിയേട്ട, ഇയാളും എന്നെ ചതിച്ചു. മനസ്സാ വാച അറിയാത്ത കാര്യം ഇയാൾ പറയുന്നത് സത്യമോ? വേണ്ടാത്തോർത്താനും പറയരുത്. ഞാൻ എന്ത് ചോദിച്ചതാ ഇയാൾ പറയുന്നത്? തമ്പിയുടെ ആയാലും കിമ്പിയുടെ ആയാലും പണം പപ്പനാവന് കിട്ടിയേ പറ്റൂ. കേട്ടല്ലോ, അവളുടെ നാടകം നിങ്ങൾക്കൊക്കെ ബോധ്യമായല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ചവിട്ടി പുറത്താക്കണമെന്ന്. മക്കള് വിഷമിക്കാതെ, ഇത് അപ്പച്ചിയമ്മ ശരിയാക്കി തരാം.